Hello everybody, welcome to Triplice Official Degree YouTube channel. Myself Vrindavani. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമിസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാംസ് എന്തായാലും ഒരു ഒക്ടോബർ നവംബറിൽ എന്തായാലും എക്സാംസ് ആണ്. സോ നമ്മൾ ഇനി റെക്കോർഡിങ്സ്, അതായത് നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മൾ മാക്സിമം നമ്മൾ നോട്ട്സ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഒരു പേപ്പർ തന്നെയാണ് നമ്മുടെ എക്സാമിന്. തിയറി ആണെങ്കിലും നമ്മളത് വളരെ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ മൂന്നായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാംസ് വളരെ ഈസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ചാപ്റ്റർ 1 ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം ചാപ്റ്റർ 1. നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്. നമ്മുടെ എക്സാം പാറ്റേൺ 80 മാർക്സിനാണ് നമ്മുടെ എക്സാം. അതിൽ തന്നെ എന്താണ് 10 മാർക്സിന് വരുന്നുണ്ട്, 2 മാർക്സിനും 5 മാർക്സിനും വരുന്നുണ്ട്. സോ കറക്റ്റ് ആ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്? എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കി ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട വാക്കാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതൊക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് അല്ല. ഇതെല്ലാം ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ്. സോ ഫ്യൂച്ചറിൽ നമുക്ക് ഇൻകം ക്ലെയിം ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും? എക്സാമ്പിൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. A company share is a financial asset as it entitles the holder to dividends. അതായത് ഹോൾഡർ, ഞാൻ എന്ത് ചെയ്തു കമ്പനി ഷെയർസ് ഞാൻ വാങ്ങുകയാണെങ്കിൽ, കമ്പനി ഷെയർസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. കാരണം എന്താണ്, കമ്പനി ഷെയർ ഞാൻ വാങ്ങിച്ചു, എനിക്കൊരു പേപ്പറിലോ ഇല്ലെങ്കിൽ എന്താണ് ഒരു പ്രൂഫായിട്ട് എന്തെങ്കിലും കാണും. ബട്ട് എന്താണ്, കമ്പനി ഷെയർ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് എനിക്ക് ടാഞ്ചിബിൾ എനിക്ക് കാണിക്കാനൊന്നും പറ്റില്ല. സോ ഇറ്റ്സ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എനിക്കിതിൽ കൂടെ എന്താ കിട്ടുന്നത്? ഞാൻ ഈ കമ്പനി ഷെയർസ് വാങ്ങുമ്പോൾ എനിക്ക് ഡിവിഡൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ എന്താ പറയേണ്ടത്, ക്ലെയിം ഓൺ ഫ്യൂച്ചർ ഇൻകം. ഒരു ഫ്യൂച്ചർ ഇൻകത്തിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഇപ്പോൾ പറയുന്ന പോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ദ ഡിറൈവ് വാല്യൂ ഫ്രം കോൺട്രാക്ച്വൽ റൈറ്റ്സ്, നോട്ട് ഫിസിക്കൽ ഫോം. കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. നമ്മളൊരു കോൺട്രാക്റ്റിലായിരിക്കും എന്താണ് ഒരു കമ്പനി ഷെയർ നമ്മൾ വാങ്ങിച്ചു. ഓക്കെ, നമുക്കൊരു രേഖാമൂലം നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഞാൻ കമ്പനി ഷെയർസ് ഇന്ന കമ്പനിയുടെ ഇത്ര ഷെയർസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ടാഞ്ചിബിൾ ആണോ, അത് ഫിസിക്കൽ ഫോമിൽ എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ദേ ഇൻക്ലൂഡ് ഷെയർസ്, ബോൺഡ്സ്, ഡിപ്പോസിറ്റ്സ് എക്സെട്ര. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. എന്താണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ദേ ഇൻക്ലൂഡ് ഷെയർസ്, ബോൺഡ്സ്, ഡിപ്പോസിറ്റ് എക്സെട്ര. ആൻഡ് ഓൾസോ ദേ ആർ ഈസിലി ട്രേഡബിൾ. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ, ഇനി എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈസിലി ട്രേഡബിൾ ആണ്. ഓക്കെ, എ കമ്പനി ഷെയർ ഇസ് എ ഫിനാൻഷ്യൽ അസറ്റ് ആസ് ഇറ്റ് എൻടൈറ്റിൽസ് ദ ഹോൾഡർ ടു ഡിവിഡൻസ്. അപ്പോൾ ഈ പറയുന്ന ഹോൾഡർ, ഞാൻ ഹോൾഡർ ആണെങ്കിൽ എനിക്ക് എന്താണ്, ഞാൻ കമ്പനി ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഡിവിഡൻസ് കിട്ടും. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. സോ അടുത്ത ഡിഫൈൻ മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ് എന്ന് നോക്കിയാലോ. ഡിഫൈൻ മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, മണി മാർക്കറ്റ് എന്താണ് ഡീൽ ചെയ്യുന്നത്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ ആദ്യം എന്ത് ഡിസ്കസ് ചെയ്തു, ഫിനാൻഷ്യൽ അസറ്റ്സിനെ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്? ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. വളരെ ചെറിയ കാലയളവിലേക്ക് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് നമുക്ക് എന്തെന്ന് പറയാം, മണി മാർക്കറ്റ് എന്ന് പറയാം, അല്ലേ. മെച്യൂരിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇസ് ലെസ് ദാൻ 1 year. അതായത് ഇതിൻ്റെ എല്ലാ മെച്യൂരിറ്റി, ഞാനിപ്പം എന്താണ് ട്രഷറി ബില്ല് വാങ്ങുകയാണെങ്കിൽ, ട്രഷറി ബില്ലിന് എങ്ങനെയാണ് RBI ഇഷ്യൂ ചെയ്യുന്ന ട്രഷറി ബില്ല് 91 days മാത്രമേ എന്താണ് കാണത്തുള്ളൂ, അതിന് മെച്യൂരിറ്റി ഉള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടോ, മെച്യൂരിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ലെസ് ദാൻ 1 year. അതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 വർഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രഷറി ബില്ലിനെ എന്തെന്ന് പറയാം, ഒരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് എവിടെയാണ്, മണി മാർക്കറ്റിലാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ
ദ എബിലിറ്റി ഓഫ് ആൻ അസറ്റ്, നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ഈ അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ലോസിങ് മച്ച് വാല്യൂ. ഒരുപാട് വാല്യൂ പോകാതെ തന്നെ നമുക്ക് ഈ ക്യാഷ്, നമുക്ക് ഈ പറയുന്ന അസറ്റിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, ക്വിക്കായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം, ഈ അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ലിക്വിഡിറ്റി, നമുക്കറിയാം. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് എന്ത്, ഈ ഫിനാൻഷ്യൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് അത്, ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ബിസിനസ് ആൻഡ് ഗവൺമെൻറ്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആൻഡ് കോൾ മണി. ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആയാലും കോൾ മണി ആണെങ്കിലും ട്രഷറി ബിൽസ് ആണെങ്കിലും ഇതെല്ലാം എന്താണ്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതെല്ലാം എവിടെയാണ് ഡീൽ ചെയ്യുന്നത്, ആ ഡീൽ ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓക്കെ, അവിടെ സ്മോൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നു. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, യെസ്, അവിടെ ലോങ് ടേം ഫണ്ട്സ് ആയിരിക്കും കൂടുതൽ എന്താണ് ആ ഒരു മാർക്കറ്റിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം ഫണ്ട്സ്. കണ്ടോ, ഇവിടെ എന്താണ്, ലോങ് ടേം ഫണ്ട്സ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, യെസ്, പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് പൊതുവെ പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് ടേം ഫണ്ട്സ് ആണ് ടു ബിസിനസ്സസ് ആൻഡ് ഗവൺമെൻറ്റ്സ്. കൂടുതലും ബിസിനസ്സസിനും ഗവൺമെൻറ്റ്സിനും ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റിന് പറ്റും. ഇറ്റ് ഡീൽസ് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മെച്യൂരിറ്റി മോർ ദാൻ 1 year. ഇവിടെ എന്താണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്, മോർ ദാൻ 1 year, ലെസ് ദാൻ 1 year ആണോ, അല്ല, മോർ ദാൻ 1 year. ഓക്കെ, മോർ ദാൻ 1 year. It is divided into primary and secondary markets. It supports capital formation in the economy. Capital formation ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് എന്താണ്, അതെ, ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ഇൻഫോസിസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒക്കെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടേക്ക് ഇഷ്യൂ ചെയ്ത് എന്താണ്, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഇൻഫോസിസ് പോലൊരു കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്, സോ അതെന്താണ്, ഈ ഇക്വിറ്റി ഷെയർസ് അവിടെ എന്താണ്, യെസ്, ഇസ് എ യെസ് ലോങ് ടേം ഫണ്ടാണ്. ലോങ് ടേം ഫണ്ടിന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. നമുക്കറിയാം ഒരു ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണെന്ന് നമ്മൾ എപ്പോഴും പഠിക്കും. ബാങ്ക് ഇസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. അത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്നത്. സോ വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി, എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. A financial intermediary connects investors and borrowers. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയും ബോറോ ചെയ്യുന്നവരെയും, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ, എനിക്കിപ്പം 2 ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് ഇടണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരാൾ, അല്ലെങ്കിൽ വേറൊരു എക്സ് എന്ന് പറയുന്ന ആൾ എന്താണ്, അയാൾക്ക് എന്താണ് വേണ്ടത്, അയാൾക്ക് ലോൺ എടുക്കണം, ഇല്ലേ ബോറോ ചെയ്യണം എന്നുണ്ട്. സോ ഇവരെ എല്ലാവരെയും കണക്ട് ചെയ്യാൻ ഒരു കാരണം, ഒരാൾ വേണ്ടേ, അയാളെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് പറയും. ഈ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് എന്താണ്, ബാങ്ക് ആയിക്കോളാം, അല്ലേ, ഈ ബാങ്ക്സ് ആവാം, മ്യൂച്വൽ ഫണ്ട്സ് ആവാം, ഇൻഷുറൻസ് കമ്പനീസ്, ഇതെല്ലാം എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്, അല്ലേ. അവരെന്താ ചെയ്യുന്നത്, ഒരു ഇൻവെസ്റ്റർക്കും ബോറോവേഴ്സിനും കണക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആണ്. ദേ മൊബിലൈസ് ഫണ്ട്സ് ആൻഡ് അലോക്കേറ്റ് ദം എഫിഷ്യൻ്റ്ലി. അവരിത് നമ്മൾ കൊടുക്കുന്ന ഫണ്ട്സ് മൊബിലൈസ് ചെയ്തിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കേണ്ടത്, എന്താണ് ഈ ഒരു മണി വെച്ച്, ഇല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഈ ഒരു എമൗണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ അവരത് തിങ്ക് ചെയ്തെടുക്കും. ദേ ഇൻക്ലൂഡ് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, ബാങ്ക് ഇൻക്ലൂഡഡ് ആണ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദ റെഡ്യൂസ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ കോസ്റ്റ്. ബാങ്ക്സ് കളക്ട് ഡിപ്പോസിറ്റ് ആൻഡ് ലെൻഡ് ലോൺസ് ടു കസ്റ്റമർ. കണ്ടോ, ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് ലെൻഡിങ്, ലെൻഡേഴ്സും ഡിപ്പോസിറ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ ഇവിടെ ആരെയാണ് നമ്മൾ എക്സാമ്പിൾ എടുത്ത്, ബാങ്ക് ഇവിടെ എന്താണ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം, നമ്മളിവിടെ ഒരുപാട് ടേംസ് മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സോ ഫസ്റ്റ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ നമുക്ക് എന്ത് പറയണം, ഫിനാൻഷ്യൽ സിസ്റ്റം ഇസ് എ നെറ്റ്വർക്ക് ഓഫ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് നെറ്റ്വർക്ക്, എന്തിൻ്റെ നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ഓഫ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ്
ഫ്ലോ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. കണ്ടോ, ഫ്ലോ ഓഫ് ഫണ്ട്, അതായത് ലെൻഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സും ബോറോവേഴ്സും പോലെ തന്നെ എന്താണ് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഫ്ലോ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്? നെറ്റ്വർക്കാണ്. അതായത് ഒരു മാർക്കറ്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യെസ്, ഈ പറയുന്ന പോലത്തെ ബാങ്ക് ആവട്ടെ, ഒരുപാട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, എന്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ലോങ് ടേം ഫണ്ട് കളക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഇതെല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ സിസ്റ്റം. ഇതെല്ലാം ഇവിടെ വരുന്നതാണ്. യെസ്, ഇവരെല്ലാം വരുന്നതിനെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, ഓക്കെ. It supports economic development and stability. It includes RBI, SEBI, banks and stock exchanges. കണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് RBI ആവട്ടെ, SEBI ആവട്ടെ. SEBI എന്താണ്? SEBI എന്ന് പറയുന്നത് യെസ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ SEBI ആണെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണെങ്കിലും ഇവരെല്ലാവരും എന്താണ്? ഇവരെല്ലാവരും കൂടെ കൂടുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ഉള്ളതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഓക്കെ. ഇൻ ഇന്ത്യ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻക്ലൂഡ്സ് കണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? RBI, SEBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്. മാർക്കറ്റോ? ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് എന്ത്? BSE NSE ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, നമുക്കറിയാലോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലേ, NSE ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ് അതൊക്കെ. ആൻഡ് മണി മാർക്കറ്റ്. ഓക്കെ, ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് ഇൻസ്ട്രുമെൻറ്റ്? ഡിബെഞ്ചേഴ്സ്, ഷെയർസ്, ബോണ്ട്, ട്രഷറി ബിൽസ്. ഇതെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതെല്ലാം ഒരുമിച്ച് വരുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ലീസിങ്. ലീസിങ് ഒക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ? ലീസിന് കൊടുക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ലീസിങ് എന്താണ്? ലീസിങ് എന്ന് പറയുന്നത് ഇസ് എൻ എഗ്രിമെൻറ്റ്. എന്താണ്? ഇസ് എൻ എഗ്രിമെൻറ്റ്. ഇവിടെ ഒരു ഓണറിനെ നമുക്ക് എന്തെന്ന് പറയാം? അതായത് ഒരു മെഷീനറി. എൻ്റെ കയ്യിൽ എന്തുണ്ട്? നമുക്കിത് ഓക്കെ, ഓക്കെ. എക്സ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ എന്താണുള്ളത്? മെഷീനറി ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ എക്സ് ആണ് എന്ത്? ഓണർ. വൈ എന്ന് പറയുന്ന ആൾക്ക് ഈ മെഷീനറി വാടകയ്ക്ക് വേണം. ഓർ എന്താണ്? കുറച്ച് നേരത്തേന് മതി. ഇനി അതിന് വേണ്ടിയിട്ട് വാങ്ങാൻ പുള്ളിക്ക് താല്പര്യമില്ല. അതിന് കുറച്ച് നേരത്തിന് ഈ മെഷീനറി ഒന്ന് വേണം. ഓക്കെ, സോ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അതിനെയാണ് പറയുന്നത് ലീസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഈ പ്രോസസ്സ് നമ്മൾ ലീസിങ് എന്ന് പറയും. ഈ ഓണറിനെ നമ്മൾ ഇവിടെ എന്താണ് പറയേണ്ടത്? ലീസ് കണ്ടോ, ലെസ്സർ കണ്ടോ, നമ്മളവിടെ ലെസ്സർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇനി ഇത് ആർക്കാണോ കൊടുക്കുന്നത്? വൈ എന്ന വ്യക്തിക്കാണ് ഈ അസറ്റ് കൊടുക്കുന്നതെങ്കിൽ ലെസ്സി. കണ്ടോ, ഇതാണ് ആ കോൺസെപ്റ്റ്. സോ മെഷീൻ നമ്മൾ എന്താണ് ചെയ്തത്? ആരുടെ കയ്യിലാണോ ഉള്ളത്? ഓണർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ആർക്കാണോ ആവശ്യമുള്ളത് അയാൾക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ്. ഇവിടെ എന്താണ്? നമ്മളൊരു എഗ്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ്. വെറുതെ അങ്ങ് കൊടുക്കില്ല. ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ്. എന്താണ്? യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് തരും എന്നൊരു എഗ്രിമെൻറ്റും ഇവിടെ ഉണ്ട്. ആ തിരിച്ച് വെറുതെ കൊടുത്താൽ മാത്രം മതിയോ? ഇല്ല. അതിൻ്റെ റെൻ്റ് ആണെങ്കിൽ റെൻ്റ് എത്രയാണോ എമൗണ്ട് യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. സോ ഓണർഷിപ്പ് റിമൈൻസ് വിത്ത് ദ ലെസ്സർ. കണ്ടോ, ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയാണ്? ലെസ്സറിൻ്റെ കയ്യിൽ തന്നെയാണ് ഓണർഷിപ്പ്. ഇല്ലാണ്ട് ഈ ആർക്കാണോ കൊടുത്തത് അയാളുടെ ഓണർഷിപ്പ് ഇനിയും അയാൾ വേറെ ആർക്കെങ്കിലും കൊണ്ട് ഈ മെഷീനറി കൊടുക്കാനോ ഒരു അധികാരവും ഇല്ല. ഓക്കെ, ആൻഡ് ഓൺലി ദ റൈറ്റ് ടു യൂസ് ഇസ് ഗിവൺ. എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ഇത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ദ ലെസ്സി പേസ് റെൻറ്റ്, ലീസ് ചാർജസ് ഫോർ ദ യൂസേജ്. എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം? റെൻറ്റ് പേ ചെയ്യണം. ഓർ കണ്ടോ, ലീസ് ചാർജസ്. ലീസിങ് ഹെൽപ്സ് ബിസിനസ്സസ് യൂസ് അസറ്റ് വിത്തൗട്ട് പർച്ചേസ്. എന്ത് ചെയ്യും? ഇതെങ്ങനെയാണ് ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? ഈ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ സഹായിക്കാൻ തോന്നുന്നു? ഒരു ബിസിനസ്സിനെ എങ്ങനെ സഹായിക്കും? സോ ബിസിനസ്സിനെ സഹായിക്കും. ഇവർക്ക് മെഷീൻ വാങ്ങാതെ തന്നെ, ഇവർക്ക് എന്താണോ അസറ്റ് വാങ്ങാതെ തന്നെ, വിത്തൗട്ട് പർച്ചേസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് അവർക്ക് ആ അസറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ? വേറെ അടുത്ത് നമ്മൾ അത് ലീസ് എഗ്രിമെൻറ്റിന് വാങ്ങുവാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ലീസിങ് എന്ന് പറയും. നെക്സ്റ്റ്, ഡിഫൈൻ ഹയർ പർച്ചേസ്. എന്താണ് ഹയർ പർച്ചേസ് എന്ന് നോക്കിയാലോ? ഓക്കെ, ഹയർ പർച്ചേസ് ഇൻ ആൻ എഗ്രിമെൻറ്റ് വെർ ഗുഡ്സ് ആർ ഹയർഡ് വിത്ത് ആൻ ഓപ്ഷൻ ടു പർച്ചേസ്. കണ്ടോ, ഇവിടെ എന്താണ്? ഹയർ ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്? ഓപ്ഷൻ ടു പർച്ചേസ്. ദ ഹയർ പേസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് അൺടിൽ ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർ. ഹയർ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്യും. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നിടം വരെ എന്ത് ചെയ്യും? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നിടം വരെ ഹയർ എന്ത് ചെയ്യും?
യെസ്, ഹയറർ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റ്സ് പേ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓണർഷിപ്പ് പാസസ് ഓൺലി ആഫ്റ്റർ ഫൈനൽ പേയ്മെൻറ്റ്. ഈ ഫൈനൽ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? യെസ്, ഓണർഷിപ്പ് പാസ്സാകത്തുള്ളൂ. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അക്വയർ അസറ്റ്സ് വിത്ത് ലിമിറ്റഡ് ഫണ്ട്. കുറച്ച് ഫണ്ടേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ഫണ്ട് മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളൂ, എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്. സോ ബൈയിങ് എ കാർ ഓൺ ഹയർ പർച്ചേസ് ബൈ പേയിങ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് കൊടുത്തൊരു കാർ എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഹയർ പർച്ചേസിൽ വരുന്ന കാര്യമാണ്. സോ ദിസ് ഇസ് ഹയർ പർച്ചേസ്. ഓക്കെ, ഹയർ പർച്ചേസ്. നെക്സ്റ്റ് ഇസ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്താണ്? ഫാക്ടറിങ് ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. ഫാക്ടറിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ഫിനാൻഷ്യൽ സർവീസാണ്. വെർ റിസീവബിൾസ് ആർ സോൾഡ് ടു എ ഫാക്ടർ. ഫാക്ടർ എന്താണ്? ഫാക്ടർ ഉണ്ട്. ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. ഫാക്ടർ നമ്മൾ എന്താണ് ചെയ്യുന്നത്? യെസ്, റിസീവബിൾസ് സെല് ചെയ്യും. റിസീവബിൾസ് ആർ സോൾഡ് ടു ദ ഫാക്ടർ. ദ ഫാക്ടർ പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ക്യാഷ് ടു ദ സെല്ലർ. സെല്ലർ എന്ത് ചെയ്തു? സെല്ലർ എന്താണ് കൊടുത്തത്? യെസ്, റിസീവബിൾസ് കൊടുത്തു. ഓക്കെ, എന്താണ് കൊടുത്തത്? റിസീവബിൾസ്. ഓക്കെ, സോ സെല്ലർ ഫാക്ടറിന് കൊടുത്ത ഈ റിസീവബിൾസ് കിട്ടാനാണ് ഈ ഫാക്ടർ എന്ത് ചെയ്യും? യെസ്, ഈ ക്യാഷ് കൊടുക്കും. കണ്ടോ? ഈ ക്യാഷ് കൊടുക്കും. ദ ഫാക്ടർ പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ക്യാഷ് ടു ദ സെല്ലർ. ദ ഫാക്ടർ കളക്ട്സ് ദ ഡെറ്റ് ഫ്രം കസ്റ്റമേഴ്സ്. ഇനി ഇവിടെ നിന്നാണ് ഈ റിസീവബിൾസ് കൊടുത്തു, ക്യാഷ് സെല്ലറിന് കൊടുത്തു. ഈ ഫാക്ടറിന് എന്ത് ചെയ്യും? ഈ മണി ആരിൽ നിന്നാണ്? കസ്റ്റമേഴ്സിൽ നിന്ന്. കസ്റ്റമേഴ്സ് നിന്ന് എന്ത് ചെയ്യും? ഈ ഡെറ്റ് കളക്ട് ചെയ്യും, തിരിച്ച് കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എ ടെക്സ്റ്റൈൽ ഫേം സെൽസ് ഇൻവോയ്സസ് ടു എ ഫാക്ടറിംഗ് കമ്പനി ഫോർ ഇൻസ്റ്റന്റ് ക്യാഷ്. ടെക്സ്റ്റൈൽ ഫേം ഒരു ടെക്സ്റ്റൈൽ നടത്തുന്ന ആൾ എന്ത് ചെയ്യും? ഇൻവോയ്സസ് ആർക്ക് സെല് ചെയ്യും? ഫാക്ടറിംഗ് കമ്പനിക്ക്. ഫാക്ടറിംഗ് കമ്പനിക്ക് സെല് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഇമ്മീഡിയറ്റ് ക്യാഷ് കൊടുക്കും. ബാക്കി ഫാക്ടറിംഗ് കമ്പനി എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും? എന്തെങ്കിലും ഡെറ്റ് ഉണ്ടെങ്കിൽ അത് മൊത്തം കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫാക്ടറിംഗ്. നെക്സ്റ്റ് ഇസ് വെഞ്ചർ ക്യാപിറ്റൽ. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്? വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ ഇസ് ഫിനാൻസിങ് പ്രൊവൈഡഡ് ടു ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് ബിസിനസ്. ഒരു പുതിയൊരു വളരെ പുതിയൊരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ടപ്പ്. ഓക്കെ, സ്റ്റാർട്ടപ്പ്. ഈ സ്റ്റാർട്ടപ്പിന് എന്താണ് വേണ്ടത്? ഫണ്ടാണ് വേണ്ടത്. ഇവർക്ക് ഇല്ലാത്തത് എന്താണ്? ഫണ്ടാണ് വേണ്ടത്. ഓക്കെ, ഫണ്ട്. സോ ഇവിടെ വെഞ്ചർ ക്യാപിറ്റൽ ഇസ് ഫിനാൻസിങ് പ്രൊവൈഡഡ് ടു ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് ബിസിനസ്. ഇവിടെ ഈ ഫണ്ട് കൊടുക്കാൻ ആരാണ്? വളരെ കാശുള്ള ഒരാൾ പറയാണ് ഞാൻ നിങ്ങൾക്ക് ഫണ്ട് തരാം. ഫണ്ടായിട്ടല്ല ഇവിടെ കൊടുക്കുന്നത്, എന്നാലും ജസ്റ്റ് സിമ്പിളായിട്ട് പറയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റാർട്ടപ്പിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. ഹൗ? ഇറ്റ് ഇൻവോൾവ്സ് ഹൈ റിസ്ക്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന രൂപയാണ് കൊടുക്കുന്നത്. ലൈക്ക് യൂഷ്വലി പ്രൊവൈഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഓണർഷിപ്പ് റാദർ ദാൻ ലോൺസ്. എന്താണ്? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത്ര ഫണ്ട് തരാം, പക്ഷേ നിങ്ങളുടെ കമ്പനിയുടെ ഇത്ര ഷെയർ എനിക്ക് തരണം. കണ്ടോ? അതാണ് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി. അങ്ങനെയാണ് ഈ കൊടുക്കുന്നത്. കണ്ടോ? ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി. സോ ഇറ്റ് ഹെൽപ്സ് സ്റ്റാർട്ടപ്പ് ഗ്രോ ആൻഡ് എക്സ്പാൻഡ്. ഫണ്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർക്ക് കിട്ടുകയും ചെയ്യും. അഥവാ പ്രോഫിറ്റ് ആണെങ്കിൽ എന്താണ്? വളരെ ലാഭകരമാണ്, അല്ലേ? സോ ഇവിടെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് സ്റ്റാർട്ടപ്സ് ടു ഗ്രോ ആൻഡ് എക്സ്പാൻഡ്. ഇത് സ്റ്റാർട്ടപ്പിനെ വളരെയധികം സഹായിക്കും. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ റിസ്ക്. ഇനി ഇത് ഹൈ റിസ്ക്കുമാണ്, കാരണം എന്താ? സ്റ്റാർട്ടപ്പാണ്, എപ്പം വേണമെങ്കിലും ഫെയിൽ ആവാം, സക്സസ് ആവാം. എന്താണ് ആ അവസ്ഥയും നമുക്ക് ആ പ്രോബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടത് പറയാൻ പറ്റത്തില്ല. ഇവിടെ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നമുക്ക് 100% ഷുവർ ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ഹൈ റിസ്ക്. ഉണ്ടോ? ബട്ട് ഹാസ് പൊട്ടൻഷ്യൽ ഫോർ ഹൈ റിട്ടേൺസ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യലുണ്ട്, ഹൈ റിട്ടേൺസ് കിട്ടാനുള്ള പൊട്ടൻഷ്യലുണ്ട്, പക്ഷേ വളരെ ഹൈലി റിസ്ക്കുമാണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്ലിപ്കാർട്ട് ഇൻ ഇറ്റ്സ് ഏർലി സ്റ്റേജ്. ഏർലി സ്റ്റേജിൽ, ഫ്ലിപ്കാർട്ടിൻ്റെ ഏർലി സ്റ്റേജിൽ എന്താണ്? വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ദെൻ ഡിഫൈൻ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇസ് എ പൂൾ ഓഫ് മണി. എന്താണ് പൂൾ ഓഫ് മണി എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേരിൽ നിന്നുള്ള മണി കളക്ട് ചെയ്തിട്ടുള്ള പൂളിനെയാണ് നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. കളക്റ്റഡ് ഫ്രം മെനി ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഷെയർസ്, ബോണ്ട് ആൻഡ് സെക്യൂരിറ്റീസ്. അതർ സെക്യൂരിറ്റീസ്, അത് ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഷെയർ, ബോണ്ട്, അതർ സെക്യൂരിറ്റീസ് എല്ലാത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. മാനേജ് ബൈ പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ്. ഇറ്റ് ഓഫേഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ലോവർ റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ബാക്കി എന്താണ്? പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇറ്റ് ഓഫേഴ്സ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ലോവർ റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ്. SBI മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. SBI എങ്ങനെയാണ്? SBIയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ വാട്ട് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്
സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ്. യെസ്, സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും, സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസിനെ എന്താണെന്ന് പറയാം? ഇറ്റ്സ് എ മാർക്കറ്റ് പ്ലേസ്. ആണോ? ഇനി എന്തെന്ന് പറയാം? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ടു ഇൻവെസ്റ്റേഴ്സ്. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിക്വിഡിറ്റിയും ട്രാൻസ്പെറൻസിയും പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൈസ് ഡിസ്കവറി ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഇസ് റെഗുലേറ്റഡ് ബൈ സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി ആണ് എന്ത് ചെയ്യുന്നത്? സെബി ആണ് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ് നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSEയും NSEയും. ഇവരെ ആരാണ് നോക്കുന്നത്? സെബിയാണ് ഇവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് BSE ഇസ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2 മാർക്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇതിന് ശേഷം നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? 5 മാർക്സിന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 മാർക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ബേസിക് ടേംസ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. സോ ഫസ്റ്റ് ചാപ്റ്ററിലെ ബേസിക് ടേംസ് ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The financial system mobilizes savings from household and directs them into productive investments. Financial system എന്താ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സിസ്റ്റം മൊബിലൈസ് ചെയ്യും സേവിങ്സ്. എവിടെ നിന്നൊക്കെയുള്ള സേവിങ്സ്? ഇപ്പോൾ ഹൗസ് ഹോൾഡ് ആവട്ടെ, എല്ലായിടത്തും നിന്നുള്ള സേവിങ്സ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൊബിലൈസ് ചെയ്യും. മൊബിലൈസസ് ആൻഡ് ഡയറക്ട്സ് ദം ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നിട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സിസ്റ്റം കൂടുതലും എന്താണ് ആ ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ഐഡിൽ ഫണ്ട്സ്, അതായത് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിൽ, എല്ലാ ഹൗസ് ഹോൾഡിലും വെറുതെ ഒരുപാട് കാശ് ഇങ്ങനെ വെക്കുന്നതിൽ നല്ല എന്താണ് ഇത്? അതെ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? നമുക്കത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ്ലി ഇൻ ദ എക്കോണമി. ഫോർ എക്സാമ്പിൾ, ബാങ്ക്സ് കളക്ടിങ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ടു ഇൻഡസ്ട്രീസ്. ബാങ്ക്സ് എന്തിനാണ്? അതെ, എന്താണ്? സേവിങ്സ് എന്ന ശീലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ബാങ്ക്സ് വന്നിരിക്കുന്നത്. സോ എന്താണ്? ആളുകൾ കൂടുതലും ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഈ ഒരു മണി വെച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് വെച്ച് എന്ത് ചെയ്യാം? ഇൻഡസ്ട്രീസിന് ലെൻഡ് ചെയ്യാം, എക്കണോമിക് ആക്ടിവിറ്റീസ് അവർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റോൾസ് പ്ലേ ചെയ്യാൻ പറ്റും. It promotes capital formation by channeling funds to business for expansion and innovation. It promotes capital formation. Very, very important. വളരെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഹൈലൈറ്റ് ചെയ്തേക്കാം. It promotes capital formation. It facilitates risk management by offering financial instruments. It facilitates, കണ്ടോ? എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ്? എങ്ങനെ? ബൈ ഓഫറിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഇൻഷുറൻസ് ആൻഡ് ഡെറിവേറ്റീവ്സ്. എങ്ങനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? അവരെന്താണ് ഓഫർ ചെയ്യുന്നത്? യെസ്, ഇൻഷുറൻസ് ആവട്ടെ, ഡെറിവേറ്റീവ്സ് യെസ് എന്താണ് ഓഫർ ചെയ്യും. ദിസ് റെഡ്യൂസസ് അൺസർട്ടിനിറ്റി ഫോർ ഇൻഡിവിജ്വൽസ് ഫേംസ്. അൺസർട്ടിനിറ്റി ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി എന്ത് സഹായിക്കും? ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സഹായിക്കാൻ പറ്റും. The system provides liquidity through money market and stock exchanges. Liquidity എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെ? ത്രൂ മണി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. This allows quick buying and selling of asset when needed. It supports government. Very, very important. It support government. എന്താണ് ഇവിടുത്തെ 5 points? സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് 5 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? Mobilizes savings. ഒന്ന്, mobilizes saving. Promotes capital formation. It facilitates risk management. This system provides liquidity. നമുക്ക് liquidity provide ചെയ്യും. It support government. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. It enables price discovery of financial instruments. പ്രൈസ് ഡിസ്കവറി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. കണ്ടോ? മാർക്കറ്റിൻ്റെ ഡിമാൻഡും സപ്ലൈ അനുസരിച്ച് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പ്രൈസ് എന്ന് നമുക്ക് ഡിസ്കവർ ചെയ്യാനും സഹായിക്കും ഫിനാൻഷ്യൽ സിസ്റ്റം. ഇറ്റ് എൻകറേജസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് and trade by integrating with global financial system. This enhances competitiveness. It helps in balanced regional development. വളരെ ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന്, മൊബിലൈസസ് സേവിങ്സ്. Capital formation. It promotes capital formation. It facilitates risk management.
ദ സിസ്റ്റം പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി, ഇറ്റ് സപ്പോർട്ട് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് എനേബിൾസ് പ്രൈസ് ഡിസ്കവറി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് എൻകറേജസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ റീജിയണൽ ബാലൻസ് ഡെവലപ്മെൻറ്റ്. സോ അടുത്ത, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം? മെയിൻ ഫങ്ഷൻസ് ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. എന്താണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്? ഒന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതുപോലെ തന്നെ എന്താണ് ഫങ്ഷൻസും സിഗ്നിഫിക്കൻസും വളരെ വളരെ ഒരുമിച്ച് തന്നെയാണ് അതിൻ്റെ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, രണ്ടിലും ഒരേ ഫങ്ഷൻസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഇസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. അടുത്ത ഫെസിലിറ്റേറ്റിംഗ് പേയ്മെൻറ്റ് സിസ്റ്റം ത്രൂ ബാങ്കിങ് ആൻഡ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഓക്കെ, പ്രൊവൈഡിങ് ക്രെഡിറ്റ് ടു ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇതൊക്കെ എന്താണ് മെയിൻ ഫങ്ഷൻ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറ്റും? ഫെസിലിറ്റേറ്റിംഗ് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഫണ്ട്സ് അല്ലെങ്കിൽ സേവിങ്സ് മൊബിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ടു ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓഫറിങ് ഫിനാൻഷ്യൽ സർവീസസ്. എന്താണ് ഓഫറിങ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ഇൻഷുറൻസ്, പെൻഷൻ, ലീസിങ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്. ഓഫറിങ് ഫിനാൻഷ്യൽ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റിംഗ് റിസ്ക് ട്രാൻസ്ഫർ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഫെസിലിറ്റേറ്റിംഗ് റിസ്ക് ഫാക്ടറും ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് എന്താ ഫെസിലിറ്റേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയണം? യെസ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, facilitating payment systems, providing credit to business and individuals, offering financial services. ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, പെൻഷൻ, ലീസിങ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, ഇതുപോലത്തെ ഫിനാൻഷ്യൽ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റിംഗ് റിസ്ക് ട്രാൻസ്ഫർ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലേ? അതുപോലെ എനേബിളിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. നമുക്ക് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ നല്ലതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഫോർമേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അത് ക്യാപിറ്റൽ ഫോർമേഷൻ നമുക്ക് ഒന്നും കൂടെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും. Supporting price discovery and liquidity of financial statements, assisting in government economic policies. ഓക്കെ, വളരെ സിമ്പിളാണ്. സിഗ്നിഫിക്കൻസ് ആണെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസും ഫങ്ഷൻസും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇസ് ഫിനാൻഷ്യൽ അസറ്റ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്? ദീസ് ആർ ക്ലെയിംസ് ഓൺ റിയൽ അസറ്റ് ഓർ ഫ്യൂച്ചർ ഇൻകം. ഒരു ക്ലെയിമാണ്, ഒരു ഫ്യൂച്ചർ ഇൻകത്തിലേക്കുള്ള ഒരു ക്ലെയിമിന് നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്. ലൈക്ക് ഷെയർസ്, ബോണ്ട്, ദേ ആർ ട്രേഡഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. എവിടെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അസറ്റ്സ് ട്രേഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. കണ്ടോ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ NSE, BSE ഒക്കെ ഇല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്? നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്. സോ ഇതാണ് എന്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്. ഇവർ എന്താണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്? ബോറോവേഴ്സും ഇൻവെസ്റ്റേഴ്സിനും ഇടയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, contracts representing monetary values such as equity, debt and derivatives. Okay, then financial services. എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്? സർവീസസ് ലൈക്ക് സ്റ്റോക്ക് ബ്രോക്കിംഗ്, ലീസിംഗ്, ഫാക്ടറിംഗ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇതൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ലോങ് ടേം ഫണ്ട്സ് മാർക്കറ്റ് വെർ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ആർ ട്രേഡ്. ഇക്വിറ്റി, ഡെറ്റ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ്, അതായത് ലോങ് ടേം ഫണ്ട് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ എന്തെന്ന് പറയും? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയും. മണി മാർക്കറ്റ്, ഷോർട്ട് ടേം ഫണ്ട്സ് market dealing with instruments like treasury bills and commercial papers. Treasury bills, commercial papers എന്താണ്? മണി, കോൾ മണി പോലത്തെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് ഇവിടെ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ കോമോഡിറ്റി മാർക്കറ്റ്, മാർക്കറ്റ് ഡീലിംഗ് വിത്ത് ഫിസിക്കൽ ഗുഡ്സ് ലൈക്ക് ഗോൾഡ്, ഓയിൽ ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. എക്സാമ്പിൾ MCS ഇൻ ഇന്ത്യ. അതായത് കോമോഡിറ്റി മാർക്കറ്റ് എന്താണ്? ഫിസിക്കൽ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ കോമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്താണ്? ഓണർഷിപ്പ്, സെക്യൂരിറ്റീസ്, ഗിവിംഗ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ഡിവിഡൻഡ്. ഇവിടെ എന്താണ്?
ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ്. ഗിവിങ് എന്താണ്, ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും, നമുക്ക് വോട്ടിംഗ് റൈറ്റും ഡിവിഡൻസും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർ പ്രൊവൈഡ് ഫിക്സഡ് ഡിവിഡൻസ് ആൻഡ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഇൻ പേയ്മെൻറ്റ്സ്. കണ്ടോ, അതാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ എന്താണ്, പ്രൊവൈഡ് ഫിക്സഡ് ഡിവിഡൻസ് ആൻഡ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഇൻ പേയ്മെൻറ്റ്സ്. ഇനി ഡിബെഞ്ചറും ബോൺസും എന്താണെന്ന് നോക്കിയാൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ദറ്റ് പേ ഫിക്സഡ് ഇൻട്രസ്റ്റ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇതൊരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, ദറ്റ് പേ ഫിക്സഡ് ഇൻട്രസ്റ്റ്, ആർക്ക്, ഇൻവെസ്റ്റേഴ്സിന് ഫിക്സഡ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. ഡിബെഞ്ചേഴ്സും ബോൺസും. ട്രഷറി ബിൽസ് ഷോർട്ട് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിത്ത് ഹൈ ലിക്വിഡിറ്റി, വളരെ ഹൈ ലിക്വിഡിറ്റിയാണ്. കാരണം എന്താണ്, RBIയുടെ ട്രഷറി ബിൽസ് 91 ഡേയ്സേ ഉള്ളൂ. സോ ഇതൊരു ഷോർട്ട് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ്, അതുപോലെ തന്നെ വളരെ ലിക്വിഡുമാണ്, ഹൈ ലിക്വിഡിറ്റി. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് അൺസെക്യൂർഡ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ കമ്പനീസ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് മണി മാർക്കറ്റിലുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ദെൻ ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസറ്റ് ലൈക്ക് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ഡെറിവേറ്റീവ്സ് പോകുന്നത്. ദെൻ ഡെപ്പോസിറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് ദാറ്റ് ഏൺ ഫിക്സ്ഡ് ഓർ വേരിയബിൾ ഇൻട്രസ്റ്റ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് പൂൾഡ് ആൻഡ് മാനേജ് ബൈ പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ്. സോ ഇതൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ അസറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇക്വിറ്റി ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഡെറിവേറ്റീവ്സ്, ഡിപ്പോസിറ്റ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. Mobilizing savings and channeling them into investments, very very important. Mobilizing savings and channeling them into investment എന്താണ്, ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫെസിലിറ്റേറ്റിംഗ് ലിക്വിഡിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫംഗ്ഷൻസിലെ രണ്ടാമത്തെ കാര്യം ഫെസിലിറ്റേറ്റിംഗ് ലിക്വിഡിറ്റി. ഹെൽപ്പ് ഇൻ പ്രൈസ് ഡിസ്കവറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടോ, ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇൻ്റർലിങ്ക്ഡ് ആണ്. ഈ പറയുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഫിനാൻഷ്യൽ സിസ്റ്റം ആണെങ്കിലും ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഇവിടെ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വന്നപ്പോൾ എല്ലാം എന്താണ്, ഒരുപോലെ തന്നെയാണ് വരുന്നത്. എനേബിളിംഗ് റിസ്ക് ഷെയറിംഗ് ത്രൂ ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. നമുക്ക് ഡെറിവേറ്റീവ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഇല്ലേ? ഓപ്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ്, നമ്മൾ നോക്കി ഫ്യൂച്ചേഴ്സ്, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, റിസ്ക് നമുക്ക് എനേബിളിംഗ് റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ, supporting government, providing a platform for foreign investment, ensuring efficient allocation of resources. കണ്ടോ, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എന്താണ് ഇപ്പം മൊബിലൈസിങ് സേവിങ്സ് എന്നൊരു ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും, നിങ്ങളുടേതായ സെൻറ്റൻസിൽ അത് എഴുതാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നോക്കിയാലോ. ഫസ്റ്റ് ഇസ് മണി മാർക്കറ്റ്. നമ്മൾ പറഞ്ഞ മണി മാർക്കറ്റ് എന്താണ്, ഷോർട്ട് ടേം ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് നമുക്ക് എന്തെന്ന് പറയാം, മണി മാർക്കറ്റ്. അതായത് അവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 year ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോൾ മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം ഫണ്ട്സ് ത്രൂ ഷെയർസ് ആൻഡ് ബോണ്ട്. ലോങ് ടേം ഫണ്ട്സ് എങ്ങനെയാണ്, ഷെയർസും ബോണ്ട്സും വഴിയാണ് കൂടുതൽ ലോങ് ടേം ബോണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പ്രൈമറി മാർക്കറ്റ്, മാർക്കറ്റ് വെയർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. പുതിയ പ്രൈമറി മാർക്കറ്റ് എന്താണ്, ന്യൂ സെക്യൂരിറ്റീസ്, IPO, LIC ഒക്കെ IPO കൊടുക്കുകയാണെങ്കിൽ, സോ എന്താണ് ഫസ്റ്റ് ടൈം ഒരു പുതിയൊരു സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം, അതിന് എന്താണ് പ്രൈമറി മാർക്കറ്റ്. ദെൻ സെക്കൻഡറി മാർക്കറ്റ്, മാർക്കറ്റ് വെയർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്, ഇപ്പം നിലവിലുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. ഡെറ്റ് മാർക്കറ്റ്സ് ഇൻവോൾവ്സ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് ലോങ് ടേം ഫണ്ട്സ് ത്രൂ ബോണ്ട്സ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ, ദെൻ ഇക്വിറ്റി മാർക്കറ്റ്. ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡെറിവേറ്റീവും കോമഡിറ്റി മാർക്കറ്റ്സ് എന്താണ്, ഫിസിക്കൽ ഗുഡ്സ് ലൈക്ക് ഗോൾഡ്, ഓയിൽ, ഇതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു. ഡെറിവേറ്റീവ് മാർക്കറ്റ് നമുക്ക് മാർക്കറ്റ് ഡീൽ ചെയ്യാൻ പറ്റും, റിസ്ക് ബെയറിംഗ് ഓപ്ഷൻസ് ആണല്ലോ, ഓപ്ഷൻസ് ഇല്ലേ, ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ് ഒക്കെയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നത്. ഇക്വിറ്റി മാർക്കറ്റ് ഇൻവോൾവ്സ് ട്രേഡിംഗ് ഓഫ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ്. വാട്ട് ഈസ് എ ഡെറ്റ് മാർക്കറ്റ്? എന്താണ് ഡെറ്റ് മാർക്കറ്റ് നോക്കിയാലോ. ഡെറ്റ് മാർക്കറ്റ് ഇസ് വെയർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഇവിടെ എന്താണ് ഡെറ്റ് മാർക്കറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ബോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ആർ ട്രേഡഡ്. ഇവിടെ എന്താണ്, അതെ, ഈ പറയുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ബോൺസും ഡിബെഞ്ചേഴ്സുമാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് റെപ്രസെന്റ് ബോറോയിങ്സ് ബൈ ഫേംസ് ഓർ ഗവൺമെന്റ്. ഇതെന്താണ് ബോറോയിങ്സ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ബോറോയിങ്സ് ബൈ ഫേംസ് ഓർ ഗവൺമെന്റ്. ഇല്ലെങ്കിൽ ഫേം ബോറോ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോറോ ചെയ്തതായിരിക്കും. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ്
ലോങ് ടേം ഫിനാൻസ് ടു ബിസിനസ് ആൻഡ് ഗവൺമെൻറ് പ്രോജക്ട്സ്. ഗവൺമെൻറ് പ്രോജക്റ്റിനും ബിസിനസ്സിനൊക്കെ ലോങ് ടേം ഫിനാൻസ് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ഏൺ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഇൻകം. കണ്ടോ, ഇൻവെസ്റ്റേഴ്സിന് എന്ത് കിട്ടും? ഒരു ഫിക്സ്ഡ് ഇൻകം തന്നെ കിട്ടും, ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും. ഫിക്സ്ഡ് ഇൻകം ആണ്, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഇൻകം ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഈ ഡിബഞ്ചേഴ്സിൽ, ഈ പറയുന്ന ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇറ്റ് റിഡ്യൂസസ് റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ് കമ്പയർ ടു ഇക്വിറ്റി മാർക്കറ്റ്. ഇക്വിറ്റി മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കുറച്ചുകൂടെ റിസ്ക് കുറവാണ്, റെഡ്യൂസ് ചെയ്യും ഇൻവെസ്റ്റേഴ്സിന്. ഇറ്റ് ഹെൽപ്സ് കമ്പനീസ് റേസ് ഫണ്ട് വിത്തൗട്ട് ഡൈല്യൂട്ടിങ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. It provides liquidity through secondary trading of debt instruments. It supports infrastructure and large scale project. It attracts conservative investors looking for stable returns. കണ്ടോ, it attracts ആരെയാണ് ഇത് അട്രാക്ട് ചെയ്യുന്നത്? കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ഒരു സ്റ്റേബിൾ റിട്ടേൺ വേണം എന്ന് ചിന്തിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇത് അട്രാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, what are the different types of financial instruments? നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ ഫിനാൻഷ്യൽ ടൈപ്സ്? ഓക്കെ, മാർക്കറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, what are the different types of financial instruments? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒന്ന് എക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. നമുക്കറിയാം എക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? ഷെയർസ് റിപ്രസെൻറ്റിംഗ് ഓണർഷിപ്പിൻ്റെ കമ്പനി. ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെയാണ് എന്തെന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഷെയർസ്. സോ ഇക്വിറ്റി ഷെയർസ്. ദെൻ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ബോൺസ്, ഡെറ്റ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ് ദാറ്റ് പേ ഇൻട്രസ്റ്റ്. ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഫീച്ചേഴ്സ്. ഇതിൽ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ഫീച്ചേഴ്സ് ആൻഡ് ഡെറ്റ് ഫീച്ചേഴ്സ് ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെ ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഡെറിവേറ്റീവ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് ബേസ്ഡ് ഓൺ അണ്ടർലൈങ് അസെറ്റ്. ഓക്കെ, ദെൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ട്രഷറി ബിൽസ് ആൻഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്. എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്? ട്രഷറി ബിൽസും ആൻഡ് ബോൺസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്. ദെൻ ഡിപ്പോസിറ്റ്, savings, fixed deposit and recurring deposits in the bank. Mutual fund, collecting investment schemes managed by professionals. ഇതാണ് പൂൾ ഓഫ് മണിയാണ് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അടുത്തത് ഇൻഷുറൻസ് പോളിസീസ്, കോൺട്രാക്ട്സ് ദാറ്റ് കമ്പൈൻ പ്രൊട്ടക്ഷൻ വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഷുറൻസ് പോളിസീസ്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അടുത്തത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയാലോ. ഒന്ന് ഫണ്ട് ബേസ്ഡ് സർവീസസ്. എന്താണ് ഫണ്ട് ബേസ്ഡ് സർവീസസ്? ലൈക്ക് ലോൺസ്, ലീസിങ്, ഹയർ പർച്ചേസ് ആൻഡ് ഫാക്ടറിങ്. ഇതൊക്കെ ഫണ്ട് ബേസ് ചെയ്ത്, ഫണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സർവീസസ് ആണ്. ഇത്ര ഫണ്ട്, ഓക്കെ, ആ ഫണ്ടിനെ ബേസ് ചെയ്താണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫീ ബേസ്ഡ് ആണെങ്കിലോ, ഫീ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പേര് പോലെ തന്നെ എന്താണ്? ഫീ. ആ ഒരു ഫീ അവർ ബേസ് ചെയ്യുന്നുണ്ട്. ഈ ക്രെഡിറ്റ് റേറ്റിങ്ങും മെർച്ചൻറ്റ് ബാങ്കിങ്ങും ഒക്കെ ചെയ്ത് തരുന്നതിന് അവരെന്താണ്? ഒരു ഫീ ചാർജ് ചെയ്യും. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ് ലൈക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, വെഞ്ചർ ക്യാപിറ്റൽ. ഇതൊക്കെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസസ്. ഇതെല്ലാം ആര് നമുക്ക് പ്രൊവൈഡ് ചെയ്യും? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബാങ്ക് ആണെങ്കിലും ഇത് എന്ത് ചെയ്യും? ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ഇൻഷുറൻസ് സർവീസസ് ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. അഡ്വൈസറി സർവീസസ്. എന്ത് അഡ്വൈസറി സർവീസസ് ആണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ്, mergers and acquisitions. ഫിനാൻഷ്യൽ പ്ലാനിങ്, എങ്ങനെ merge ചെയ്യണം, അക്വിസിഷൻസ്, ഇതൊക്കെ അഡ്വൈസറി സർവീസസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് സർവീസസ് ലൈക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ്. ഓക്കെ, ദെൻ വെൽത്ത് മാനേജ്മെൻറ്റ്. എന്താണ് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? മാനേജിങ് ഹൈ നെറ്റ് വർത്ത് ക്ലയൻസ് പോർട്ട്ഫോളിയോസ്. വളരെ ഹൈ നെറ്റ് വർത്ത് ഉള്ള ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോസ് അവർക്ക് എന്താണ്? മാനേജ്. ദാറ്റ് ഈസ് വെൽത്ത് മാനേജ്മെൻറ്റ്. അതിനാണ് എന്തെന്ന് പറഞ്ഞത്? വെൽത്ത് മാനേജ്മെൻറ്റ്. ദെൻ ഇൻ്റർനാഷണൽ സർവീസസ്, ഫോറക്സ് ട്രേഡിംഗ്, എക്സ്പോർട്ട് ഫിനാൻസിങ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റ്. ഇതൊക്കെ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ സർവീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ 2 മാർക്സിന് ഡിസ്കസ് ചെയ്തു, 5 മാർക്സിന് ഡിസ്കസ് ചെയ്തു അല്ലേ? സോ ഇനി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുക? 10 മാർക്സ് നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിവിടെ 3 എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് പോയിന്റ് ബേസിലാണ് ഞാനിവിടെ ഈ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ എന്താണ്? ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ് എന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, then first is explain the importance
ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കോണമി. ഒരു എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം പ്ലേ ചെയ്യുന്നത് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ 10 മാർക്സ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ആദ്യം ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മ വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ചും കൂടെ എലാബറേറ്റീവായിട്ട് എഴുതാനൊരു സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 to 9 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇസ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ എന്താണ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ് ആണ്. എൻകറേജസ് സേവിങ്സ് ആൻഡ് ചാനൽസ് ദം ടു ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്, സേവിങ്സ് എൻകറേജ് ചെയ്യുകയും ചെയ്യും, അതിനെന്താണ് ചാനൽ ചെയ്യും, എങ്ങോട്ട്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചാനൽ ചെയ്യാനും നമ്മളെ സഹായിക്കും ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം, പ്രോപ്പർ ഫിനാൻഷ്യൽ സിസ്റ്റം ആണെങ്കിൽ. അതുകൊണ്ട് എന്താ, ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യാനും അത് ഒരുപാട് സഹായിക്കും. ക്യാപിറ്റൽ ഫോർമേഷൻ, പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, എക്സാമ്പിൾ പവർ പ്രോജക്ട് ഫിനാൻസ് ബൈ ബോണ്ട്സ്. ഉണ്ടോ, ക്യാപിറ്റൽ ഫോർമേഷൻ. ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ഫണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രീസിനും ഇൻഫ്രാസ്ട്രക്ചറിനും. എഫിഷ്യൻറ്റ് റിസോഴ്സ് അലോക്കേഷൻ, എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. എൻഷുവേഴ്സ് ഫണ്ട്സ് റീച്ച് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ്, വളരെ പ്രൊഡക്റ്റീവായ സെക്ടേഴ്സിന് തന്നെയാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്, നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ക്രെഡിറ്റ് ഗിവൻ ടു MSMEs, micro, small, medium enterprises. Encourages investment. Facilitates easy availability of credit and capital. Easy availability. എന്താണ് easy availability? Yes. Encourages, facilitates easy availability of credit and capital. Investment encourage ചെയ്യുവാണെങ്കിൽ encourages investment. Liquidity creation. Provides liquidity to assets, increasing investor confidence. എക്സാമ്പിൾ ഷെയർസ് സോൾഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഷെയർസ് ഒക്കെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് സെല് ചെയ്യുന്നതെങ്കിലുള്ള ഏറ്റവും നല്ല കാര്യം എന്താണ്, യെസ്, നമ്മുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഹൗ, ബിക്കോസ് ലിക്വിഡിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടി ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്യും. ഓക്കെ. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, എക്കണോമിക് ഗ്രോത്ത്. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഇൻഡസ്ട്രീസ്, ക്രിയേറ്റ് ജോബ്. എക്കണോമിക് ഗ്രോത്ത്, സപ്പോർട്ട് GDP ഗ്രോത്ത് ബൈ പ്രൊമോട്ടിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റി നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ നമ്മൾ GDP ഗ്രോത്ത് ഉണ്ടാവും. സപ്പോർട്ട് GDP ഗ്രോത്ത് ബൈ പ്രൊമോട്ടിംഗ് ബിസിനസ് ആക്ടിവിറ്റി. എൻകറേജസ് entrepreneurship, promotes trade and industry, stability in economy, technological development, improves standard of living. സോ ഈ എല്ലാ കാര്യങ്ങളും, ഈ പറയുന്ന എല്ലാ പോയിൻറ്റ്സും നമ്മളെ എന്ത് സഹായിക്കും, ഒരു എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ, ഒന്ന് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. എങ്ങനെ സേവിങ്സ് എൻകറേജ് ചെയ്യാനും സഹായിക്കും, നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ചാനൽ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഇസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ദെൻ എഫിഷ്യൻറ്റ് റിസോഴ്സ് അലോക്കേഷൻ, നമുക്ക് റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനും സഹായിക്കും. സോ ഇതൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻ്റർമീഡിയറ്റ്സ് എല്ലാം ഉണ്ട്. സോ ഇവരുടെ എല്ലാ സഹായം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്നതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യാനും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. സോ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ എക്കണോമിയെ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ കൂടെ പറ്റുന്നതാണ്. ഓക്കെ. സോ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഗ്രോത്ത്, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത് എന്താണെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബാങ്കിങ് സെക്ടർ എക്സ്പാൻഷൻ, ഗ്രോത്ത് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് നാഷണലൈസേഷൻ ഇൻ 1969. എന്താണ്, ബാങ്കിങ് സെക്ടർ എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. സോ ഇപ്പം എങ്ങനെയാണ് ഈ വളർച്ച, ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വളർച്ച എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ബാങ്കിങ് സെക്ടറിൻ്റെ എക്സ്പാൻഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മൾ എന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്തു. നമുക്ക് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്, എല്ലാത്തിനും റെഗുലേറ്ററി ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് SEBI, RBI, സ്ട്രെങ്തൻഡ് റെഗുലേഷൻസ്. ഇവരൊക്കെ എന്ത് ചെയ്തു, അവരുടെ റെഗുലേഷൻസ് വളരെയധികം സ്ട്രെങ്ത് ചെയ്തു. ദെൻ ഇൻഷുറൻസ് സെക്ടർ ലിബറലൈസേഷൻ, ഗ്രോത്ത് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ദെൻ എമർജൻസ് ഓഫ് NBFCs, നോട്ട് ബാങ്കിങ് ഫിനാൻസിങ് കമ്പനീസ്. സോ ഇവരെന്താണ് പ്രൊവൈഡ് ചെയ്യും, ക്രെഡിറ്റ് ടു അൺബാങ്ക്ഡ് സെക്ടേഴ്സ്. അൺബാങ്ക്ഡ് സെക്ടേഴ്സിന് ഇവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. സോ എമർജൻസ് ഓഫ് NBFCs, ഇതൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത് ആണ്. കണ്ടോ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എത്രത്തോളം വളർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ഗ്രോത്ത് ഓഫ് ഡെറ്റ് മാർക്കറ്റ്, ഗ്ലോബലൈസേഷൻ ഓഫ് ഫിനാൻസ്, മൈക്രോ ഫിനാൻസ് ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്, റൈസ് ടു ഫിൻടെക്. സോ സ്റ്റാർട്ടപ്സ് പ്രൊവൈഡിങ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ്. കണ്ടു, ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് എന്തൊക്കെയാണ്, സെറോദ ഇൻ സ്റ്റോക്ക് ബ്രോക്കിംഗ്, അപ്സ്റ്റോക്സ്, ഗ്രോത്ത്. സോ ഇതൊക്കെ എന്താണ്, നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടപ്സ് ആണ് പ്രൊവൈഡിങ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ്. നമുക്ക് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IDBI, ICICI ഫിനാൻസ് ലാർജ് പ്രോഡക്ട്സ്. ഇവരെന്ത് ചെയ്തു, ലാർജ് പ്രോജക്ട്സ് എന്ത് ചെയ്തു, ഫിനാൻസ് ചെയ്തിട്ടുണ്ട്.
ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്. മൈക്രോ ഫിനാൻസ് ഡെവലപ്മെൻറ്റ് എന്താണ് മൈക്രോ ഫിനാൻസ് ഡെവലപ്മെൻറ്റ്? ഏറ്റവും നല്ല ഉദാഹരണമാണ് SHGs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇല്ലേ. സോ ബന്ധൻ ബാങ്ക്സ് മൈക്രോ ഫിനാൻസ് മോഡൽ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഗ്ലോബലൈസേഷൻ ഓഫ് ഫിനാൻസ്, എൻട്രി ഓഫ് ഫോറിൻ ബാങ്ക്സ് ആൻഡ് FDI ഇൻഫ്ലോസ്. അതാണ് ഇതും നമ്മുടെ എക്കണോമിയെ അതുപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഒരുപാട് വളരാൻ സഹായിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്. അടുത്ത എക്സ്പ്ലെയിൻ ദ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ് ഏറ്റവും വലിയ വീക്ക്നെസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. റീജിയണൽ ഇംബാലൻസ്, നമുക്ക് എന്തില്ല, റീജിയണൽ ഇംബാലൻസസ് ഉണ്ട്. ഗ്രോത്ത് കോൺസെൻട്രേറ്റഡ് ഇൻ അർബൺ ഏരിയാസ്, റൂറൽ ഏരിയാസ് നെഗ്ലക്റ്റഡ്. സോ ലാക്ക് ഓഫ് ബാങ്കിങ് ഇൻ റിമോട്ട് വില്ലേജസ്, ചില റിമോട്ട് വില്ലേജസിൽ ഇപ്പോഴും ബാങ്കിങ് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. സോ റീജിയണൽ ഇംബാലൻസസ്. ദ ഇൻഎഫിഷ്യൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, still dominated by few investors and speculators. Example, IPO scams in the 1990s. ഇപ്പോഴും എന്താണ്, സ്റ്റിൽ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാത്രം ഫ്യൂ ഇൻവെസ്റ്റേഴ്സും സ്പെക്കുലേറ്റേഴ്സും. അതാണ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്. പുവർ ബാങ്കിങ് ഹാബിറ്റ്സ്, ലാർജ് പോപ്പുലേഷൻ സ്റ്റിൽ ഔട്ട്സൈഡ് ഫോർമൽ ബാങ്കിങ്. കണ്ടോ, ഡിപ്പെൻഡൻസ് ഓൺ മണി ലെൻഡേഴ്സ് ആൻഡ് വില്ലേജസ്. അവർ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് മണി ലെൻഡേഴ്സ് തന്നെയാണ് വില്ലേജസിലുള്ള. ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി, അതെ ഫിനാൻഷ്യലി അവർ ഒട്ടും ലിറ്ററേറ്റ് അല്ല. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണുള്ളത്, ഇതൊന്നും റൂറൽ ഹൗസ് ഹോൾഡ്സ് ആണെങ്കിലും റൂറൽ ഹൗസ് ഹോൾഡ്സ് നോട്ട് യൂസിങ് മ്യൂച്വൽ ഫണ്ട്സ്. അവർക്ക് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് പോലും അറിയാത്ത എത്രയോ പേര് ഇപ്പോഴും ഉണ്ട്. സോ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. ലോ പെനട്രേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ സ്റ്റിൽ അണ്ടർ ഡെവലപ്ഡ്. കണ്ടോ, ഇന്ത്യസ് ഇൻഷുറൻസ് കവറേജ് ബിലോ വേൾഡ് ആവറേജ്. വളരെ വളരെ മോശമായിട്ടൊരവസ്ഥയാണ് ഇൻഷുറൻസ്. കാരണം ഇത് എല്ലാവരും എടുക്കണമെന്നില്ല, എല്ലാവരും ഇൻഷുറൻസ് സെക്ടറിലെ ഇൻഷുറൻസ് എടുക്കണമെന്ന് വിചാരിക്കുന്നവരല്ല. വീക്ക് ഡെറ്റ് മാർക്കറ്റ്. കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് ഇസ് വെരി സ്മോൾ. കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് എന്ന ബോണ്ട് മാർക്കറ്റൊക്കെ വളരെ സ്മോളാണ്. ഫേംസ് സ്റ്റിൽ ഡിപ്പെൻഡ് മോർ ഓൺ ബാങ്ക്സ് ഫോർ ഫണ്ട്. ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ബാങ്കിങ് സെക്ടർ. നേരത്തെ പറഞ്ഞ എന്താണ്, ഡെറ്റ് മാർക്കറ്റ് വളരെ വീക്കായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫേംസ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്, ബാങ്കിനെയാണ്. സോ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ബാങ്കിങ് സെക്ടർ. കറപ്ഷൻ ആൻഡ് സ്കാംസ്. ഹൈ നോൺ പെർഫോമിംഗ് അസറ്റ്സ്, വളരെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് വളരെ കൂടുതലാണ്. റൈസിങ് NPAs ഇൻ ബാങ്ക് റെഡ്യൂസ് ലെൻഡിങ് കപ്പാസിറ്റീസ്. NPAs കൂടുന്നതനുസരിച്ച് ലെൻഡിങ് കപ്പാസിറ്റി എന്ത് പറ്റും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡ്യുവൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇൻഫോർമൽ ക്രെഡിറ്റ് മാർക്കറ്റ് സ്റ്റിൽ ഡോമിനേറ്റ്. അതായത് മണി ലെൻഡേഴ്സ് ഇൻ റൂറൽ ഇന്ത്യ. ഇപ്പോഴും ഡ്യുവൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, അതായത് ഇൻഫോർമൽ, വളരെ ഫോർമൽ അല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള ക്രെഡിറ്റ് മാർക്കറ്റ് ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് തന്നെ നിൽപ്പുണ്ട്. റെഗുലേറ്ററി ഓവർലാപ്സ്. മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് ക്രിയേറ്റ് ഇൻഎഫിഷ്യൻസി. RBI വേഴ്സസ് SEBI ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂസ്. ഇവരുടെ ഇടയിലുള്ള ഇഷ്യൂസ് തന്നെ എന്താണ്, ഒരു പ്രശ്നം തന്നെയാണ്. മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് വരുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ടെക്നോളജിക്കൽ ഡിവൈഡ്. ഡിജിറ്റൽ സർവീസസ് നോട്ട് ആക്സസിബിൾ ടു ഓൾ. റൂറൽ പീപ്പിൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഡിജിറ്റൽ സർവീസസുമായിട്ട് അവർക്ക് സ്മാർട്ട് ഫോൺസ് പോലും അവൈലബിൾ അല്ല. സോ ഇതെല്ലാം എന്താണ്, വീക്ക്നെസ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തത്, ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ 2 മാർക്സ് ക്വസ്റ്റനും 5 മാർക്സ് ക്വസ്റ്റനും അതുപോലെ തന്നെ 10 മാർക്സ് ക്വസ്റ്റനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഒന്നും കൂടെ വളരെ ഈസി ആയിരിക്കും. ക്വസ്റ്റൻസ് ഇത് നല്ലത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ മാക്സിമം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സാണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് 2 വട്ടം 3 വട്ടം വായിച്ച് നോക്കുകയാണെങ്കിൽ, അതും ഈ ഹൈലൈറ്റ് ചെയ്ത പോയിൻറ്റ്സ് ഒന്ന് എംഫസൈസ് ചെയ്ത് 1 2 3 വട്ടം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, സോ അടുത്ത നമ്മൾ ചാപ്റ്റർ 2 ആയിട്ട് മിസ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സ് വേണമെങ്കിൽ, ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, യെസ് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.